സരയു കല്യാണിയെ തെളിവില്ലാതെ കൊന്ന ശേഷം വൈകാതെ തന്നെ തന്ത്രപൂർവം കിരണെ കല്യാണം കഴിച്ച് കിരണിൻ്റെ ഭാര്യയാവുകയാണ് ചെയ്യുന്നത്. രാഹുലിന് കല്യാണിയെ കൊല്ലാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരവസരം പാർത്തിരുന്ന സരയുവിന് കല്യാണിയെ തീർക്കാൻ ഒരവസരം കിട്ടുകയാണ്. അത് തന്ത്രപൂർവം യാതൊരുവിധ തെളിവുമില്ലാതെ ഒരു സ്വാഭാവിക മരണമെന്ന രീതിയിൽ അങ്ങനെ സരയുവിന് ചിത്രീകരിക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത്. അത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നീട് കിരണെ വശീകരിച്ച് തന്ത്രപൂർവം തൻ്റെ വശത്താക്കി. തനിക്കും ആരുമില്ല, കിരണിൻ്റെയും കല്യാണിയുടെയും കുഞ്ഞിനാരുമില്ല. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ജീവിതം സുരക്ഷിതമായി എന്ന് കിരണെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വശീകരിച്ചുകൊണ്ടും സരയു കല്യാണം കഴിക്കുകയാണ് കിരണെ. തൻ്റെ കുഞ്ഞിൻ്റെ കാര്യമോർത്ത് കിരണതിന് സമ്മതിക്കുകയുമാണ് ചെയ്യുന്നത്. സരയു കല്യാണിയുടെയും കിരണിൻ്റെയും കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തിലും കിരൺ വീണു പോവുകയാണ്. അങ്ങനെ സരയുവും അതുപോലെ തന്നെ കിരണും വിവാഹിതരാകുന്നു.